ഹലോ മച്ചാനെ, എല്ലാവർക്കും സെക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ തട്ടുകട സ്റ്റൈലിൽ നമ്മൾ പക്കോട എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചമാരെ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ വരുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചമാരെ. നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: വലിയ ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, അതുപോലെ കറിവേപ്പില, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, അരിപ്പൊടി, പിന്നെ നമ്മുടെ മൈദ, കടലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചമാരെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഉള്ളി ഇടാം. വലിയ ഉള്ളി നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതൊരു നമ്മളിപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരു 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട വെച്ചാൽ നമ്മുടെ മല്ലിച്ചപ്പ്, പുതിന, അതേപോലെ നമ്മുടെ വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ഒരു മിക്സാണ്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക കൈയായിട്ട്. നമ്മൾ തിരുമ്പിയിട്ട് ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഉള്ളിയൊക്കെ ഒന്ന് വളഞ്ഞ് ഒരു കുതിർന്നിട്ട് ഒരു വെള്ളം ഈർന്ന് നിൽക്കണ പോലെ ഒരു ടൈപ്പിലാക്കി എടുക്കണം. നമ്മൾ അത്രയും നല്ല രീതിയിൽ തന്നെ ഇത് തിരുമ്പി എടുക്കണം. 3-4 പ്രാവശ്യം ഇത് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പൊക്കോട, നമ്മൾ എന്താ പറയുക, തട്ടുകടയിൽ കിട്ടുന്ന ടൈപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുവിധം ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള വെച്ചാൽ നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. ഇനി ഇതും അതുപോലെ തന്നെ നല്ല രീതിയിൽ തിരുമ്പുക. നല്ല രീതിയിൽ എല്ലാ സൈഡിലും എത്തണം, തിരുമ്പിയിട്ട്. പക്ഷെ രണ്ടാമത്തെ സെറ്റും നമ്മൾ 5 മിനിറ്റോളം നല്ല രീതിയിൽ തിരുമ്പിയിട്ട് മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുണ്ടാവും ഇതിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ, മിക്സിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത്രയും നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ ഐറ്റംസ്. ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. എരിഞ്ഞ് നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ കളർ പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഈ ഒരു നാച്ചുറൽ കളർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത് ചേർത്തിട്ടുള്ളത്, എന്താ പറയുക, നമ്മുടെ കാശ്മീരി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കളർ തോന്നുന്ന ആൾ ഏരിയ ഒന്നുകൂടി നോക്കിയ ശേഷം കുറച്ചും കൂടി ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ മൈദ, ഇത് രണ്ടും ഒരേ അളവിലായിട്ടുള്ളത്. അതേപോലെ അതിനേക്കാളും ഒരു സ്വല്പം കുറവിൽ നമ്മുടെ കടലപ്പൊടി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിട്ടു. ഇനി അടുത്തത് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് തൽക്കാലം ഇത്ര ഉപ്പിട്ടുണ്ട്, ബാക്കി നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി ഇടാം. ഇത് മാവിൻ്റെക്കാളി ഒരു നൂല് നമുക്ക് ഉള്ളി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ പൊക്കോട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സിന് ശേഷം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് തിക്നെസ്സിൽ നമുക്ക് കിട്ടണം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഒരു പകുതി ഭാഗം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിടുക. ഈ ഒരു കട്ടിയിൽ വരുന്ന രീതിയിൽ. അതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞുള്ള കുറച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഇതൊന്ന് പൊന്തി വരുന്നുണ്ടെങ്കിൽ എനിക്ക് സാധനം ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അടിയിലൊന്നും മിക്സ് ആയിട്ടില്ല. അപ്പോൾ അടിയും കൂടി മിക്സ് ആവുന്ന രീതിയിൽ കുറച്ചും വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉഷാർ സാധനം കിട്ടും. ഉഷാർക്ക സാധനം നമുക്ക് കിട്ടും. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ചെയ്താൽ കഴിഞ്ഞാണ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു അത്യാവശ്യം ടൈറ്റിലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും
കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കുക. ഇത് ഓരോ സ്റ്റെപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത്. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളി കൂടുതൽ ഇടേണ്ടി വരും, അല്ലെങ്കിൽ മാവ് കൂടുതൽ ഇടേണ്ടി വരും. അപ്പം ആകെ വണ്ടി പോലെ ആവും. ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓരോ സ്റ്റേജായിട്ട് മിക്സ് കാണിച്ചെങ്കിൽ ഉഷാറാവും. ഇനിയിപ്പോൾ നമ്മുടെ മിക്സിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ട ഈ ഉള്ളിയുടെ വെള്ളങ്ങളൊക്കെ മൊത്തം നമ്മുടെ ഈ മസാലയ്ക്കും അതുപോലെ ഈ പൊടികൾക്കും കാര്യപ്പൊടിക്കും മൈദയ്ക്കും ഒക്കെ കൂടി ഇറങ്ങി സെറ്റായിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് പാകമായിട്ടുണ്ട് സാധനം. ഇനി നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ കല്ല് വിളച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ച് തീ പിടിപ്പിച്ച് ചട്ടി ചൂടാക്കണ പരിപാടി വെക്കാം നമുക്ക്. നമ്മുടെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, ചൂടാക്കുക. കുറച്ച് ചട്ടി ചൂടായിട്ട് നമ്മൾ ഇതൊരു ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ ഓളം ഓയിൽ നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ മിക്സ് എടുക്കുക. ആദ്യം കഴിയുമ്പോൾ കുറച്ച് വെള്ളം നനയ്ക്കണം, ഇത് ചൂടായതിന് ശേഷം. എന്നിട്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് കുറച്ചേച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇടേണ്ടതെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കണ്ട, ഇത്ര എടുക്കുക. എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് അത് ചെയ്യുക. ഞാൻ ഡമ്മിയായിട്ടിട്ടൊന്ന് കാണിച്ചതാണ്. ഒന്ന് ചൂടാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പിച്ചായിട്ട് നമ്മുടെ പക്കോട മിക്സ് ആക്കി എടുത്തിടുക. ഇത് അത്യാവശ്യം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇത്രത്തോളം മാവുള്ളതല്ലേ, അത്യാവശ്യം ഉണ്ടാവും ഇതിൽ എന്തായാലും. ഇതിങ്ങനെ ഇട്ടിട്ട് ഫുള്ള് നിറയ്ക്കുക. ഇതിലേക്ക് ഉണ്ടാക്കേണ്ട ചമ്മന്തി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഏകദേശം സെൻറ്ററായി. ഇനി സൈഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വേവാൻ വേണ്ടി വെക്കാം നമുക്ക്. ഒരുവിധം വിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. വിട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ കൂടി ഒട്ടി പിടിക്കും, അതാണ് പ്രശ്നം. അതാണ് ഞാൻ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇട്ട് തരുമ്പോഴേക്കും ആ സൈഡ് എന്തായാലും വെന്തിട്ടുണ്ടാവുമല്ലോ. കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തീ ഓവറായിട്ട് കത്താനും പാടില്ല. അതാണ് ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം. ഇപ്പം നമ്മൾ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുക്കുക, വേവിച്ചെടുക്കാം നമുക്ക്. പച്ചമന്തി ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നല്ലതാവും. അടി പിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് ആയി വരുന്നുണ്ട്, ഓരോ സൈഡായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇത് സെറ്റാവട്ടെ. പച്ചമരം ഏകദേശം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാകത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരെ ഇഞ്ഞ് കോരിയിട്ട് നമ്മുടെ ഇലയിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അച്ഛന്മാരെ നമുക്ക് ഒരു ട്രിപ്പും കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ആ മാവ് മൊത്തം നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അച്ഛൻ നമ്മൾ സെക്കൻഡ് ട്രിപ്പും ഇട്ടിട്ടുണ്ട്. ഇതും പിന്നെ ഒരു ട്രിപ്പ് 1.5 ട്രിപ്പിനും കൂടെയുള്ള സാധനം ഉണ്ടാവും, അതും കൂടി നമുക്ക് തീർക്കണം. അപ്പോൾ ഇവിടെ മൂന്ന് സെറ്റായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പക്കുവട. അപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട്. കാണാനും ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോക്കി കണ്ടാൽ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇത് അടുത്ത പറയുന്നത് വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ ഒറ്റക്കുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കി വെക്കുക. ഇങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് അറിയില്ലല്ലോ. അപ്പം നമ്മുടെ ചമ്മന്തി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ചമ്മരെ നമ്മുടെ പക്കോട എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ചട്നി തന്നെയാണ് നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടി കഴിക്കാനാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ. ഇപ്പം നമ്മൾ എന്തായാലും ആദ്യം ഒന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം, അതിൻ്റെ ഉള്ളിൽ എന്താ പാട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ചെങ്ങനുണ്ട്, കണ്ട ഉഷാറായിട്ട് ഉള്ളിലൊക്കെ ഉള്ളിലൊക്കെ ഉഷാറായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നമ്മുടെ ഈ ചമ്മന്തി കൂട്ടി ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. മോനെ
ഉച്ചാറായി. ഒരുപാട് സെറ്റായിട്ടുണ്ട്. ഉച്ചാറാണ് സംഭവം. ഒരു സാധനമായിട്ടുണ്ട്. എൻ്റെ വീർത്ത് വന്നിട്ടുണ്ട്. കഴിയുമ്പോൾ വായൊക്കെ വെള്ളം വരികയാണ്. നമ്മൾ സെറ്റായിട്ടുണ്ട്. ഉപ്പും നമ്മുടെ എരിവായാലും ഉള്ളിയും എല്ലാ മാവ് ഇട്ടൊക്കെ നമ്മൾ കറക്റ്റാണ്, സെറ്റാണ്. അപ്പോൾ ചമ്മരെ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണിച്ചെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് ശ്രദ്ധിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ ഇതിനേക്കാൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാലിഡ്.